നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും കേശൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കണ്ണൂർ കോക്ടെയിൽ. കണ്ണൂർ കോക്ടെയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പുഴുങ്ങിയ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഴുത്ത പപ്പായ ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാരറ്റ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ വേണം പപ്പായ ചേർക്കാൻ. ഞാനിവിടെ തൊലി കളഞ്ഞ ബദാം 7 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1 ലിറ്റർ കട്ടപ്പാൽ ചേർക്കാം. 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ടിത് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. ഐസ്ക്രീമിന് പകരം പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇത് നല്ല സ്മൂത്ത് ആവുന്നത് വരെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നട്ട്സ്, കുറച്ച് കറുത്ത മുന്തിരി, കുറച്ച് പോമിഗ്രാനൈറ്റും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് നട്ട്സും, കുറച്ച് കറുത്ത മുന്തിരിയും, കുറച്ച് പോമിഗ്രാനൈറ്റും, കുറച്ച് കോൺഫ്ലെക്സും കൂടെ ചേർക്കാം. കോൺഫ്ലെക്സ് നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വേണം ചേർക്കാൻ കേട്ടോ. ഇതിലേക്ക് അടിച്ച ജ്യൂസ് ഒഴിക്കാം. നമ്മൾ നേരത്തെ ചേർത്തതുപോലെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും, കുറച്ച് കറുത്ത മുന്തിരിയും, കുറച്ച് പോമിഗ്രാനൈറ്റും, കുറച്ച് കോൺഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.